പ്രസക്തമായ ചോദ്യം പി എസിൻ്റെ മരണമുണ്ടാക്കിയ തരംഗത്തിൽ വന്ന ജനങ്ങൾ അടുത്ത ഇലക്ഷന് വോട്ടായി മാറുമോ, CPMൻ്റെ സ്വന്തം വോട്ടായി മാറുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പി എസിൻ്റെ ഒരു ആദർശ ജീവിതം, പോരാട്ടം, അത് പിൻപറ്റുന്ന ആ ലെഗസി പിൻപറ്റുന്നവരാണ് ഇപ്പോൾ നിലവിലുള്ള CPM എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് വോട്ടാവാൻ സാധ്യതയുമില്ല. മാത്രമല്ല PS ഇപ്പോൾ ആരോഗ്യവാനായി ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിരവധി വിഷയങ്ങൾ ഇടപെട്ടേനെ. ആശാസമരം പോലുള്ള സമരങ്ങൾ, പിന്നെ നേതാക്കന്മാരുടെ ഒരു ഹുങ്ക് കലർന്ന പ്രസ്താവനകൾ, ഇതിനൊക്കെ PS മറുപുറത്ത് നിന്നേനെ. സമൂഹത്തിൻ്റെ യഥാർത്ഥ സ്പന്ദം എന്ന നിലയിൽ പരിസ്ഥിതി വിഷയങ്ങൾ, ദുരന്തങ്ങൾ, ഇതിലൊക്കെ PS അത് പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു PS. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 വട്ടം ഭരണം വന്നപ്പോൾ എഴുത്തുകാരനായ സച്ചിദാനന്ദൻ പറയുണ്ടായി രണ്ടാമതൊരു ഭരണം വേണ്ടിയിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഞാൻ എൻ്റെ പരിചയപ്പെടുന്ന ഒരു ഭൂരിപക്ഷവും സാധാരണക്കാർ പലരും. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ സർക്കാർ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സമൂഹത്തിന് ഇങ്ങനെയൊരു വെറുപ്പ് ഉണ്ടെന്ന് കരുതി മാത്രം UDF അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ UDF അതിന് സജ്ജമാവേണ്ടി വെറുതെ CPMനോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടെന്ന് കരുതി പെട്ടെന്ന് വോട്ട് മാറി കുത്താമെന്ന് നടക്കണമെന്നില്ല. മികച്ച പ്രവർത്തനം UDF കാഴ്ചവെക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പലയിടത്തും ഇപ്പോഴും ഈ നേതാക്കന്മാരും പ്രതിപക്ഷ അടക്കമുള്ളവർ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പത്രസമ്മേളനം നടത്തുകയാണ് മെയിൻ പരിപാടി. അതിനപ്പുറം ഇത് കുറേ കൂടി ഇവർക്കിടയിൽ യോജിപ്പും ആശയപരമായ വ്യക്തതയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും UDFന് ഈ സർക്കാർ വിരുദ്ധ വികാരം മുതലാക്കാൻ കഴിയൂ. ഈ കേരളത്തിൻ്റെ വിശാലമായ ചരിത്രം നമ്മൾ നോക്കിക്കാണുമ്പോൾ അച്യുതമേനോൻ ഉണ്ടായിട്ടുണ്ട്. കേരളം കണ്ട നല്ല മുഖ്യമന്ത്രി ആരൊക്കെയാണ്? ഇപ്പോൾ നായനാരെക്കുറിച്ച്, നായനാർ ആളുകളുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ആളാണ്. കരുണാകരൻ നല്ല പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന ആളാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ സ്നേഹത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ആ നിലയിലെല്ലാം നോക്കുമ്പോൾ PS കുറച്ചുകൂടെ അച്യുതമേനോനെ പോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ മൊത്തം സ്പന്ദം, ആരുമില്ലാത്തവർ, തൊഴിലാളികൾ, ഇവരെല്ലാം ജീവിച്ച വഴികൾ ഒരിക്കലും മറക്കാത്ത ആളാണ്. അത് BSനോട് മാത്രമല്ല, മുഴുവൻ CPMൻ്റെ സ്വന്തമാണെന്ന് ഒരിക്കലും പറയാം. CPM പാർട്ടിയെ എത്രയോ വട്ടം BSനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് CPM തന്നെ. അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ടൊരു വികാരപരമായി ഓടിക്കൂടിയ ജനങ്ങളായിരിക്കണം. അത് മാത്രമല്ല, വീണ്ടും ജനങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നല്ല മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളും ഈ നിലമ്പൂരും അങ്ങനെ ഷാഫി പറമ്പലിനെ പോലുള്ള നേതാക്കന്മാരും ഒക്കെ UDFന് പ്രതീക്ഷയാണ്. അതിനിടയ്ക്ക് PJ കുര്യനെ പോലുള്ളവരും പാലോട് രവിയെ പോലുള്ളവരും അങ്ങനെ ചില അപശബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്ന് ഒഴിച്ചാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഭയങ്കരമായിട്ട് വിജയിക്കുമെന്ന് വിചാരിച്ച് ഓടി നടക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകത ഇതെല്ലാം നല്ല രീതിയിൽ പരിഹരിക്കുകയും ജനങ്ങളോടുള്ള അടുപ്പം ഒന്നും കൂടെ സുസ്ഥാപിക്കുകയും ചെയ്താൽ മാത്രമേ UDFന് തിരിച്ചു വരാൻ കഴിയൂ. പക്ഷേ UDF വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. CPM ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നതെന്ന് വേണം പറയാം. ഇപ്പോൾ നമുക്കറിയാം ജനകീയ ബന്ധമുള്ള എത്ര നേതാക്കളുണ്ട്. ഇപ്പോൾ VS ഒക്കെ ഉയർത്തിയ തൊഴിലാളി വർഗത്തിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ ഉള്ള സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സിനെ എടുത്തു നോക്കാം. അവരിൽ എത്ര പേർക്ക് ജനകീയ ബന്ധമുള്ളൊരു വേറെ തരം ടൈപ്പ് നേതാക്കന്മാരാണ്. അതുകൊണ്ട് CPMൻ്റെ ജനകീയ ബന്ധം, അടിസ്ഥാന പ്രശ്നങ്ങൾ ഇടപെടാനുള്ള കഴിവ്, വെറുതെ വാചകം അടിച്ച ചാനൽ ചർച്ച വന്നിരുന്ന അതിനപ്പുറത്തേക്ക് പോകുന്ന ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരുത്താനുള്ള നേതൃത്വം ഉയർന്നു വരേണ്ടിയിരിക്കും. അത് അത്ര എളുപ്പമല്ല. കാരണം എല്ലാവരും പിണറായി നോമിനേറ്റ് ചെയ്ത ആളുകളാണ് കൂടുതൽ കേരളം മുഴുവനുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ. അപ്പോൾ അവർക്ക് പലർക്കും പിണറായിയെ പേടിയാണ്. തിരുത്തലുകൾ സജസ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല.